പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വായിക്കാനിടയായി ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ 14ാം ചരമവാർഷികം ആണ് ഇവിടെ നടക്കുന്നത് എന്ന്. ഇത് അദ്ദേഹത്തിൻ്റെ 14ാം ചരമവാർഷികമല്ല. കാരണം അദ്ദേഹം മരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശരീരം അടർന്നു വീണു. പക്ഷേ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം അറിവിലൂടെ ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ബാലകൃഷ്ണൻ നായരല്ല, ഞാനെന്ന് പറയുന്നത് നാമരൂപരഹിതമായി ഈ ശരീരത്തിൽ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന് ജീവിച്ചിരിക്കുമ്പോൾ തിരിച്ചറിഞ്ഞ് നിരന്തര വിചാരത്തിലൂടെ തന്നിലെ ഞാൻ ഭാവത്തിൽ നിന്നും തൻ്റെ പ്രജ്ഞയെ, തൻ്റെ ശ്രദ്ധയെ മാറ്റി തന്നിൽ തന്നെ ഇരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപവുമായിട്ട് യോജിപ്പിച്ചു. ദാറ്റ് ഈസ് സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം, ബ്രഹ്മസാക്ഷാത്കാരം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. എന്താ അത്? നിങ്ങൾക്കെല്ലാവർക്കും വളരെ നിസ്സാരമായിട്ട് നേടാവുന്നതാണ്. സാധാരണ ഒരു മനുഷ്യനായിട്ട് ജനിച്ച് സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ച് നിരന്തരമായ സ്വാധ്യായത്തിലൂടെ ബാലകൃഷ്ണൻ നായർ സാർ ബാലകൃഷ്ണ ബ്രഹ്മമായിട്ട് മാറി. യാതൊരു സംശയവുമില്ല. യോ വൈ പരമം ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവസി, ബ്രഹ്മം തന്നെ ആയിത്തീരുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കും. മനുഷ്യജന്മം എന്ന് പറയുന്നത് അതിനു വേണ്ടിയാണ്. ഇനി ജനിക്കാനിടയാകരുത്. ആത്മസാക്ഷാത്കാരം, മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ജനിക്കാതിരിക്കണം, മരിക്കാതിരിക്കണം. ആരെങ്കിലും മരിക്കാതിരിക്കുന്നുണ്ടോ സ്വാമി എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ല, എല്ലാവരും മരിക്കുന്നുണ്ട്. പക്ഷേ വിരലിലെണ്ണാവുന്ന ചില ആളുകൾ മരിക്കാതിരിക്കുന്നു. ദ വൺ ബാലകൃഷ്ണൻ നായർ. അദ്ദേഹം മരിച്ചിട്ടില്ല. ഈ ശരീരത്തിൽ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള സമയം തീർന്നപ്പോൾ ഈ ശരീരം അടർന്നു വീണു, കൊഴിഞ്ഞുപോയി. ദരിസാൾ. അതിനു മുൻപ് തന്നെ അദ്ദേഹം എന്തു ചെയ്തു? ഞാനെന്ന് പറയുന്നത് ഈ ബാലകൃഷ്ണൻ നായരല്ല. ഞാനെന്ന് പറയുന്നത് ആ ബാലകൃഷ്ണൻ നായർക്കും സാക്ഷിയായിട്ട് ബാലകൃഷ്ണൻ നായരിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, ആ സാക്ഷി ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് തിരിച്ചറിഞ്ഞ് അതാണ് എന്നിലെ താൻ. ഈ സ്വാമി എപ്പോഴും പറയുമ്പോൾ അതിനെ എന്നിലെ താൻ എന്നാണ് പറയുന്നത്. എന്നിലെ ഞാനുമുണ്ട്, എന്നിലെ താനുമുണ്ട്. എന്നിലെ ഞാൻ നാമരൂപധാരിയായിട്ട് ഹിന്ദുവായിട്ടും ക്രിസ്ത്യാനിയായിട്ടും മുസൽമാനായിട്ടും അപ്പക്കുട്ടനായിട്ടും ബഷീറായിട്ടും ഔസേപ്പായിട്ടും ഒക്കെ ഈ ശരീരാഭിമാനിയായിട്ട് ജീവിക്കുന്നു. എന്നിലെ ഞാൻ. എന്നാൽ എന്നിലെ താനോ അത് ഈ ശരീരത്തിൽ മാത്രമല്ല. എന്നിലെ ഞാൻ ലിമിറ്റഡായി ഈ ശരീരത്തിൽ മാത്രം. പക്ഷേ എന്നിലെ താൻ, ആ സാക്ഷി ചൈതന്യം, ഈ ശരീരത്തിലും സർവശരീരങ്ങളിൽ കൂടിയും വ്യാപിച്ചു നിൽക്കുന്ന സർവാന്തര്യാമിയായ സർവേശ്വര ചൈതന്യം. ഈശ്വരനുണ്ടോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നില്ലേ? എവിടാ ഈശ്വരൻ ഇല്ലാത്തത്? സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നുപോയി എല്ലാത്തിനെയും ചൈതന്യവത്താക്കി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ ചൈതന്യമാകുന്ന സൂത്രം, അതാണ് ഓരോരുത്തരിൽ കൂടിയും കടന്നു പോകുന്നത്. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്തം യപശ്യതി സപശ്യതി. ഏതൊരാളാണോ ഈ ശരീരത്തിനകത്ത്, എങ്ങനെയുള്ള ശരീരം? നശ്വരമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ അനശ്വരമായ വസ്തു, അതിനെ തിരിച്ചറിഞ്ഞ് ഞാൻ അതാണ് എന്ന് ബോധിച്ച് സ്വയം പ്രഖ്യാപിക്കണം. എങ്ങനെ? ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. അതാണ്
സാമവേദം ഉദ്ഘോഷിക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ മഹാവാക്യങ്ങളിലൊന്ന് തത് ത്വമസി, നീ അതാകുന്നു, നിങ്ങൾ ഓരോരുത്തരും അതാകുന്നു. പക്ഷേ നിങ്ങൾ എങ്ങനെയായിരിക്കുന്നത്? ഞാൻ ഇതാകുന്നു എന്ന ഭാവത്തിലാണ്. ഞാൻ കുട്ടപ്പനാകുന്നു, ഞാൻ ഗോപാലകൃഷ്ണനാകുന്നു, ഞാൻ ഔസേപ്പാകുന്നു എന്ന ഭാവത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. ആണോ അത്? ലൗകിക വ്യവഹാരത്തിൽ ആണ്, പക്ഷേ പാരമാർത്ഥിക തലത്തിൽ അതല്ല. ഇതിനെ തിരിച്ചറിയാതെയാണ് മരിച്ചു പോകുന്നത് എങ്കിൽ ഇനി അടുത്ത ശരീരത്തിലേക്ക് മാറണം. അടുത്ത ശരീരം എവിടുന്നാണ് അനുവദിക്കുന്നത്? എത്ര പ്രാവശ്യം നാം മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിട്ടുണ്ടോ ആ ശരീരങ്ങളിലൊക്കെ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ളത് നാം ചുമന്നുകൊണ്ട് നടക്കുകയാണ് സഞ്ചിത കർമ്മം. എത്രയോ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ അനുഭവിക്കാനുള്ള ഫലങ്ങൾ നാം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്നാണ് ഓരോ ജന്മത്തിലും അനുഭവിക്കേണ്ടതായിട്ടുള്ളത് അനുവദിക്കുന്നത്. ജനനം മുതൽ മരണം വരെ പ്രാരബ്ധം. നമ്മളെല്ലാം പ്രാരബ്ധം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, ജനിക്കുന്ന നിമിഷം മുതൽ മരണം വരെ. ബാലകൃഷ്ണൻ നായർ സാർ ഇന്നേ ദിവസം ഫെബ്രുവരി 4-ാം തീയതി 2011 ഫെബ്രുവരി 4-ാം തീയതി വൈകുന്നേരം 7:55 എങ്ങാണ്ട് ഈ ശരീരം വെടിഞ്ഞു. ഈ വാർത്ത ഞങ്ങൾ അറിയുന്നത് ഗണേശപിള്ള സാർ ഇവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തത്വമസി ഹാൾ എന്ന് പറയുന്ന ഒരു ഹാൾ അദ്ദേഹം സ്വന്തം വൈഭവത്താൽ നടത്തിയിരുന്നു. ഞങ്ങളവിടെ പ്രഭാഷണം നടത്തുന്ന കൂട്ടത്തിലായിരുന്നു. ഒരു 10 വർഷം അവിടെ പ്രഭാഷണം നടന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ചരമവാർത്ത അറിയുന്നു. ഞങ്ങൾ പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്ന സമയത്തിൽ എല്ലാവരുടെയും ചേർന്ന് ആ സന്തോഷമായിട്ട് ഞങ്ങളതിനെ സ്വീകരിച്ച് എല്ലാവരും കൈയടിച്ച് ആഹ്ലാദിച്ചു. എന്തുകൊണ്ട് കൈയടിച്ച് ആഹ്ലാദിച്ചു? അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷം നേടിയ ആളാണ്, ബ്രഹ്മപദത്തിലേക്ക് ഉയർന്ന ആളാണ്, ആത്മസാക്ഷാത്കാരം നേടിയ ആളാണ്, ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ആളാണ്. അദ്ദേഹം മരിക്കുന്നില്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ വസ്തുവുമായിട്ട് യോജിച്ചു കഴിഞ്ഞു. എങ്ങനെ ആ യോജിക്കൽ? യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാത് വിമുക്തഃ പരാത്പരം പുരുഷം ഉപൈതി ദിവ്യം. ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി, അത് ഗംഗാ നദിയായാലും ശരി, കരമനയാറായാലും ശരി, സമുദ്രവുമായിട്ട് ചേരുമ്പോൾ ആ നദി തൻ്റെ നാമത്തെയും രൂപത്തെയും വെടിഞ്ഞ് സമുദ്രവുമായി ചേർന്ന് കഴിയുമ്പോൾ സമുദ്രാകാരമായി തീരുന്നു, അല്ലേ? അതാണ് ജീവപരയോരൈക്യം, അതാണ് സാക്ഷാത്കാരം. അത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നേടണം. വേറെ സ്വർഗത്തിൽ പോയൊന്നും നേടാൻ കഴിയുന്നതല്ല. ആത്മസാക്ഷാത്കാരം ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ സർവ്വ പ്രാരബ്ധങ്ങളുടെയും നടുവിലിരുന്നു കൊണ്ട്, പ്രാരബ്ധങ്ങളുടെ എല്ലാം നടുവിലിരുന്നു കൊണ്ട് തന്നെ നേടണം. പ്രാരബ്ധങ്ങളെല്ലാം അനുഭവിക്കാനുള്ളത്, അനുവദിച്ചിട്ടുള്ളത് മരിക്കുന്നതുവരെ അനുഭവിച്ചു തന്നെ തീരണം. ഈ ശരീരത്തിൽ സ്വാമിക്ക് റോഡിലിറങ്ങുമ്പോൾ അടി കിട്ടാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ സ്വാമി വേഷത്തിൽ അടി കിട്ടിയിരിക്കും. പ്രാരബ്ധം അനുഭവിച്ചു തന്നെ തീർക്കണം. പക്ഷേ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും സാക്ഷിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണർവോടുകൂടിയിരിക്കുന്ന ആ ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് തിരിച്ചറിഞ്ഞ് ആരുടെ ബോധം പ്രജ്ഞയാണോ സദാ ആ ഭാവത്തിൽ ഈ ശരീരത്തിൽ ഉറപ്പ് നേടുന്നത്. ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരേ ഒരു മാർഗം.
വേറെ നിങ്ങൾ എന്തെല്ലാം മാർഗമെടുത്ത് ചൂണ്ടിക്കാണിച്ചാലും അതിലൂടെ ഒന്നും ആത്മസാക്ഷാത്കാരം കിട്ടുകയില്ല. എങ്ങനെയാണ് കിട്ടുന്നത്? ഏതു മാർഗവും നിങ്ങളെടുത്തുകൊള്ളൂ, ഒരു മാർഗത്തിൽ കൂടെയും ആത്മസാക്ഷാത്കാരം കിട്ടുകയില്ല. ആത്മസാക്ഷാത്കാരം നിങ്ങളുടെ ഉള്ളിൽ കൂടി മാത്രമേ കിട്ടൂ. അമ്പലത്തിലെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഈ തത്വം അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അജ്ഞാനാം ഭാവനാർത്ഥായ പ്രതിമ പരികൽപ്പിത. അജ്ഞാനികൾക്ക് വേണ്ടിയാണ് എല്ലാ അമ്പലങ്ങളും, എല്ലാ ക്ഷേത്രങ്ങളും, എല്ലാ ദേവതകളും. അതിൽ കൂടെ ഒന്നും ഒരാളിനും ആത്മസാക്ഷാത്കാരം കിട്ടുകയില്ല. ആത്മസാക്ഷാത്കാരം കിട്ടണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം, ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട്, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപം, നാമരൂപരഹിതമായ ആ ചൈതന്യ സ്വരൂപം ആരിലാ ഇല്ലാത്തത്? അത് ഹിന്ദുവിന് വേറെ, ക്രിസ്ത്യാനിക്ക് വേറെ, മുസൽമാന് വേറെ, അങ്ങനെയില്ല. പട്ടിക്ക് വേറെ, പൂച്ചയ്ക്ക് വേറെ, സർവ്വചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന മത്തഹപരതരം അന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. അനവധി മുത്തുമണികൾക്ക് നടുവിൽ കൂടി ഏതു പ്രകാരമാണോ ഒരു ചരട് കടന്നുപോയി ആ മുത്തുമണികളെയെല്ലാം കോർത്തിണക്കി നിർത്തുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തിലെ സർവ വസ്തുക്കളിൽ കൂടിയും കടന്നുപോയി എല്ലാത്തിനെയും കോർത്തിണക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ചൈതന്യമാകുന്ന സൂത്രം, ദാറ്റ് ഈസ് സർവേശ്വരൻ. മായയാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്നു. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം അവിദ്യയാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്നു. അവിദ്യോപഹിത ബ്രഹ്മം. മറ്റത് ഈശ്വരൻ മായോപഹിത ബ്രഹ്മം. യഥാർത്ഥത്തിലുള്ള പരബ്രഹ്മം എന്താണ്? നിരുപാധിക ബ്രഹ്മം, ഉപാധിരഹിതമായിട്ടുള്ള ബ്രഹ്മം. അതുതന്നെയാണ് മായോപാധിക ബ്രഹ്മവുമായിട്ടിരിക്കുന്നത്, അവിദ്യോപാധിക ബ്രഹ്മവുമായിട്ടിരിക്കുന്നത്. അതിനെ തിരിച്ചറിഞ്ഞ് ഞാൻ അതാണ് എന്ന് ബോധിച്ച്, അതാണ് ജാതി നീതി കുലഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ തത് ത്വമസി. തത്വമസി, തത് ത്വമസി. അതാണ് നീ. നിങ്ങൾ ഓരോരുത്തരും ഈ ശ്രവണത്തിലൂടെ, അതാണ് ഉപനിഷത്തുകൾ പറയുന്നത്, ശുഗരഹസ്യോപനിഷത്ത് പറയുന്നത്, ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. പൂർണ്ണബോധമുണ്ടാകുന്നതിനുള്ള കാരണം എന്താണ്? ആദ്യം ശ്രവണം. ദെൻ കേട്ട കാര്യത്തെ നിരന്തരമായിട്ട് വിചാരം ചെയ്യണം. ചുമ്മാ ഇരുന്നാൽ പോരാ. എപ്പോഴാണ് ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിയുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഓരോ ദിവസവും നമ്മൾ പത്രം വായിക്കുന്ന അവസരത്തിൽ കാണുന്നുണ്ട്, കണ്ടുകൊണ്ടിരുന്നവനെ കാണുന്നില്ല. അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെയും അവസ്ഥ. ഈ ശരീരത്തിൽ നിന്ന് വിട പറയുന്നതിന് മുൻപ് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇത് നേടിയിരിക്കണം. ജീവിതത്തിൽ നേടേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്. കാരണം എന്താ? ഇത് മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടുമ്പോൾ മാത്രമേ ഈ നേട്ടത്തിലേക്ക് ഓരോരുത്തർക്കും അവരവരെ ഉയർത്താനൊക്കൂ, ഉദ്ധരിപ്പിക്കാനൊക്കൂ. അതാണ് ഭഗവത്ഗീത പറയുന്നത്, ഉദ്ധരേദാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉദ്ധരിപ്പിക്കണം. എവിടുന്ന്? ഫ്രം ദ ലിമിറ്റഡ് ഐ ടു ദ അൺലിമിറ്റഡ് ഐ. ലിമിറ്റഡായി ആരാണ്? ഈ ശരീരത്തിൽ ജാഗ്രത അവസ്ഥയിൽ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ആരാണ്? വിശ്വൻ. ജാഗ്രത അഭിമാനിയായ വിശ്വൻ ഇല്ലേ? നിങ്ങളെല്ലാവരുടെയും ഉള്ളിൽ ആ ചൈതന്യം ജാഗ്രത അവസ്ഥയിൽ ശ്രോതാവായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു വിശ്വൻ.
ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കാണുന്നു. സ്വപ്നാഭിമാനി തൈജസൻ, ഗാഠനിദ്രയിൽ പ്രാജ്ഞൻ. ഈ 3 പേരെയും കണ്ടുകൊണ്ട് ഈ 3 പേർക്കും സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് ഈ ജാഗ്രത അവസ്ഥയിൽ കേട്ട് 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 തിരിച്ചറിഞ്ഞ് ഏതൊരാളിൻ്റെ ശ്രദ്ധയാണോ അതിലേക്ക് ഉണരുന്നത്, അവന് മാത്രമേ ആത്മസാക്ഷാത്കാരം കിട്ടുകയുള്ളൂ. ഇത് വളരെ കഠിനമായ മാർഗമൊന്നുമല്ല, സിമ്പിൾ, വെരി 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 സിമ്പിൾ. സ്ത്രീകൾക്ക് ദീക്ഷ കൊടുക്കാത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് മോക്ഷം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ മഹാത്മാക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞത് തെറ്റാണ്. ഈ അറിവ് ഒരു പുരുഷന് ഗ്രഹിക്കാനുള്ള സാമർഥ്യമുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഗ്രഹിക്കാനുള്ള സാമർഥ്യം സ്ത്രീക്കുമുണ്ട്. ശങ്കരാചാര്യ സ്വാമികളൊക്കെ അല്ല, ബുദ്ധൻ സ്ത്രീകൾക്ക് ദീക്ഷ കൊടുത്തിരുന്നില്ല. ജൈനമതത്തിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് ദീക്ഷയില്ല, അവർക്ക് മോക്ഷവുമില്ല. അതൊക്കെ തെറ്റാണ്, അറിവില്ലായ്മയാണ്. ബുദ്ധൻ അവസാനം തൻ്റെ ചെറിയമ്മ വന്ന് ദീക്ഷ ചോദിച്ചപ്പോൾ കൊടുക്കാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് കൊടുക്കേണ്ടി വന്നു ബുദ്ധന്. ബുദ്ധൻ്റെ അമ്മ ബുദ്ധൻ ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയി. സിദ്ധാർത്ഥൻ കുഞ്ഞായിട്ട് ജനിച്ച നിമിഷം തന്നെ അമ്മ മരിക്കുന്നു. അതുകൊണ്ട് വളർത്തിയത് ചെറിയമ്മയാണ്. ബുദ്ധൻ സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞ് ഏതാണ്ട് 12 വർഷം കഴിഞ്ഞതിന് ശേഷം തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഭാര്യ വളരെയധികം സംസാരിക്കുന്നുണ്ട് ബുദ്ധനുമായിട്ട്. ചോദിക്കുന്നുണ്ട്, അങ്ങ് കൊട്ടാരത്തിൽ നിന്ന് പോകാതിരുന്നിരുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് ഈ ആത്മസാക്ഷാത്കാരം നേടാൻ കഴിയില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബത്തിൽ ഭർത്താവ്, മക്കൾ, കുടുംബം, ബന്ധുക്കൾ എല്ലാവരുമായിട്ടും ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നിസ്സാരമായിട്ട് നിങ്ങൾ പുരുഷനായാലും സ്ത്രീയായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും ആരായാലും ഇവിടെ ജാതി മത പരിഗണനയൊന്നുമില്ല. അതാണ് സനാതന ധർമ്മത്തിൻ്റെ മഹത്വം. ഇത് ഹിന്ദുവിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതല്ല. ഇത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും സർവ്വചരാചരങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനും ചൈനക്കാരനും റഷ്യക്കാരനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ആത്മസാക്ഷാത്കാരം വേണമെങ്കിൽ ഈ ഒരു മാർഗത്തിൽ കൂടെയേ സാധ്യമാകൂ. വേറെ മാർഗമുണ്ടോ? ഉണ്ടെങ്കിൽ കാണിക്കേ. വേറെ ഏതെങ്കിലും മാർഗമുണ്ടെങ്കിൽ കാണിച്ചു തരൂ. വർത്തമാനം പറഞ്ഞാൽ പോരാ. ഇവിടെ ഈ മാർഗം സൂര്യതുല്യം കാണിച്ചു തന്നു ബാലകൃഷ്ണൻ നായർ സാർ. ആരെങ്കിലും സാക്ഷാത്കാരം നേടിയവരായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലരുമുണ്ട്. നമ്മുടെ മുമ്പിൽ നമ്മളോടൊപ്പം ജീവിച്ചു കാണിച്ച ബാലകൃഷ്ണൻ നായർ. അദ്ദേഹം മരിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ 14ാം ചരമവാർഷികം എന്നെഴുതിയത് അറിവില്ലായ്മ കൊണ്ടാണ്. അവർക്കറിയില്ല, അതുകൊണ്ട് അങ്ങനെ എഴുതി എന്നുള്ളതേ ഉള്ളൂ. കുറ്റം പറയുന്നില്ല. അദ്ദേഹം മരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഗണേശപിള്ള സാറിൻ്റെ തത്വമസി ഹാളിലിരുന്ന് മുഴുവൻ ആളുകളും കൈയടിച്ച് ആഹ്ലാദം രേഖപ്പെടുത്തി. അവരെല്ലാം ഇതിനകത്തിരിപ്പുണ്ട്. എന്തുകൊണ്ട്? ആ സാക്ഷാത്കാര നില ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു, ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു. ആ മനുഷ്യൻ്റെ 14ാം അനുസ്മരണമാണ് ഇവിടെ നടക്കുന്നത്. ഇത് നടക്കുന്ന അവസരത്തിൽ എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനിങ്ങനെ വിചാരം ചെയ്തപ്പോൾ ആ മഹാവാക്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെ എന്ത് പേര് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിനകത്ത് ഉദിച്ച ഒരു പേരാണ് ആപ്തഗീത. ആപ്തഗീത എന്ന് പറയുന്ന ഒരു ഗീത ഇല്ല. ഇന്നു മുതൽ ആപ്തഗീത എന്ന് പറയുന്ന ഒരു ഗീതയും കൂടെ
ഉണ്ടാകുന്നു. ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ അനുസ്മരണത്തോടൊപ്പം ആപ്തഗീത എന്ന് പറയുന്ന ഒരു പുതിയ ഗീത ഉദയം ചെയ്യുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? 4 മഹാവാക്യങ്ങളുടെ അന്തരാർത്ഥം വിവരിക്കുന്നതാണ്. അതിനുവേണ്ടി എടുത്തിട്ടുള്ള മഹാവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്തവാക്യം. ആപ്തവാക്യം എന്ന് പറയുന്നത് തന്നെയാണ് മഹാവാക്യം. അതുകൊണ്ടാണ് ആപ്തഗീത എന്ന പേര് വന്നത്. ഓട്ടോമാറ്റിക്കായിട്ട്, കൃത്രിമമായിട്ടുണ്ടാക്കിയതല്ല, ഇറ്റ് ഹാപ്പൻഡ്. ഈ അടുത്ത കാലത്തെ വേറൊരു ഗീത എനിക്ക് പ്രകാശനം ചെയ്യാനുള്ള അവസരം കിട്ടി. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ മധുവനം എന്ന് പറയുന്ന ഒരാശ്രമമുണ്ട്. അവിടുത്തെ അധ്യക്ഷൻ കൃഷ്ണൻ കർത്ത അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു 6 മാസത്തിന് മുമ്പ് ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ ഞാൻ പോയിരുന്നു. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പേര് ഗതിഗീത. ഞാൻ പറഞ്ഞു, അതിമനോഹരമായിരിക്കുന്നു ഈ പേര്. എന്താ ഗതി? ജീവിതമെന്ന് പറയുന്നത് ഒരു ഗതിയാണ്. ആ ഗതിയിൽ എന്നാണോ ഒരാളിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കുന്നത്, ഇനി ജന്മമുണ്ടാകരുത്, മരിക്കരുത്, ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം, മരിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളിലെ ഞാനിൽ നിന്നും വേർപെടുത്തി നിങ്ങളിൽ തന്നെയുള്ള ആ സാക്ഷി ചൈതന്യത്തിലേക്ക് യോജിപ്പിക്കണം. ദറ്റ് ഈസ് കാൾഡ് യോഗ. തലകുത്തി നിൽക്കുന്നതൊന്നുമല്ല യോഗ. അതൊക്കെ എക്സസൈസുകളാണ്. ജീവപരയോരൈക്യം യോഗ. ഈ ജീവാത്മാവ് തന്നെയാണ് ആ പരമാത്മ ചൈതന്യം എന്ന് തിരിച്ചറിഞ്ഞ് ഏതൊരാളാണോ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ തൻ്റെ ശ്രദ്ധയെ സദാ ആ ഭാവത്തിൽ നിലനിർത്തിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളിലും വ്യാപരിക്കുക. ഒന്നിൽ നിന്നും ഒഴിയണ്ട. ഭാര്യയെ കളയണ്ട, മക്കളെ കളയണ്ട, കുടുംബം കളയണ്ട, ഒളിച്ചോടണ്ട, കാട്ടിൽ പോകണ്ട. ബുദ്ധൻ ഒളിച്ചോടിയതുപോലെ ഒന്നും ഒളിച്ചോടേണ്ട കാര്യമില്ല. പിന്നെ ഓരോരുത്തരുടെ കർമ്മവശാൽ പലതും സംഭവിച്ചു കൊണ്ടിരിക്കും. അത് അലംഘനീയമാണ്. അതുകൊണ്ട് അതിനെ ഒന്നും കുറ്റം പറയരുത്, കുറ്റം പറയാൻ കഴിയില്ല. ഓരോരുത്തരുടെയും വിധിക്കനുസരിച്ചാണ് എല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏതൊരാളാണോ അറിവിലൂടെ ആ നിലയിലേക്ക് തന്നെ ഉദ്ധരിപ്പിക്കുന്നത്, അവർക്ക് ഒളിച്ചോടേണ്ടതായിട്ടില്ല. എന്തിനാ ഒളിച്ചോടുന്നത്? എല്ലാത്തിൻ്റെയും നടുവിലിരുന്നു കൊണ്ട് ഈ കുട്ടപ്പനല്ല ഞാൻ, നാമരൂപധാരിയായ വിജയമ്മയല്ല ഞാൻ, നാമരൂപരഹിതമായ ആ ചൈതന്യം, ആ സാക്ഷി ചൈതന്യം, എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്ക് സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, എന്നിലെ സ്വപ്നാവസ്ഥയ്ക്ക് സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, എന്നിലെ സുഷുപ്തി അവസ്ഥയ്ക്ക് സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, ഈ ജന്മത്തിന് സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, ഇതപര്യന്തം എത്ര ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടോ അതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതിപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനെ വേർതിരിച്ചെടുക്കണം. നീരാത് ക്ഷീരം പൃഥകൃത്യ ഹംസോ ഭവതിന അന്യഥ. ക്ഷീരാത് നീരം പൃഥകൃത്യ ഹംസോ ഭവതി ന അന്യഥ. ശരീരത്രയാത്, ഈ 3 ശരീരങ്ങളിൽ നിന്നും ഏതൊരാളാണോ ആ ആത്മാവിനെ വേർപെടുത്തിയെടുക്കുന്നത് അവൻ പരമഹംസൻ. ബാലകൃഷ്ണൻ നായർ സാറിനെ ബാലകൃഷ്ണ ബ്രഹ്മം എന്ന് പറയുന്നത് പോലെ ബാലകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. രാമകൃഷ്ണദേവനെ ഏത് പ്രകാരമാണോ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്നത്, അതുപോലെ ബാലകൃഷ്ണ ബ്രഹ്മം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ബാലകൃഷ്ണ ബ്രഹ്മത്തിന് ബാലകൃഷ്ണ പരമഹംസൻ എന്ന് വിശേഷിപ്പിക്കുന്നതിനും യാതൊരാക്ഷേപവുമില്ല. ഇന്നു മുതൽ അദ്ദേഹത്തിന് ആ പേരും യോജിക്കും, ബാലകൃഷ്ണ പരമഹംസർ. കാരണം എന്താ? അദ്ദേഹം സത്യമായിട്ടും അതായിത്തീർന്നു.
ആ ബ്രഹ്മഭാവത്തിലേക്ക് ഉയർന്നു. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആകാം എന്നുള്ളതാണ് ഈ ബാലകൃഷ്ണ പരമഹംസൻ്റെ അല്ലെങ്കിൽ ബാലകൃഷ്ണ ബ്രഹ്മത്തിൻ്റെ 14-ാം അനുസ്മരണത്തിലൂടെ നിങ്ങൾ ഓരോരുത്തരും ഗ്രഹിക്കേണ്ടത്. നിങ്ങൾക്കും ആ നിലയിലേക്ക് ഉയരാൻ ഒരു തടസ്സവുമില്ല. സ്വാമിക്കെന്തോ അറിയാം എൻ്റെ ജീവിതം. ഓരോരുത്തരും മനസ്സുകൊണ്ട് ചിന്തിക്കുകയായിരിക്കും, സ്വാമി ചുമ്മാ ഇരുന്ന് അടിച്ചു വിടുന്നു. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നം എന്തോ ആണെന്ന് സ്വാമിക്ക് എങ്ങനെ അറിയാം? സ്വാമി നിവൃത്തിയില്ല, ജീവിക്കാൻ നിവൃത്തിയില്ല. ആ തരത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കർമ്മഫലം അനുഭവിച്ചല്ലേ പറ്റൂ. വേറെ ആർക്കെങ്കിലും അനുഭവിക്കാനൊക്കുമോ? അവരവർ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം അവരവർ തന്നെ അനുഭവിക്കണം. അനുഭവി രാജ അനുഭവി, വേറെ ഒരു മാർഗവുമില്ല. എന്നാൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിന് ഇടയിൽ കൂടി നിങ്ങൾക്ക് ഈ അറിവിലൂടെ ആ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിലെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളിലെ ആരാണ്? നിങ്ങളിലെ ഞാൻ അല്ലേ? നിങ്ങളിലെ ഞാനാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അറിവിലൂടെ എന്താ നിങ്ങൾ അറിയുന്നത്? ഞാനെന്ന് പറയുന്നത് ഈ ഞാനല്ല, നാമരൂപധാരിയായ ഞാനല്ല. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും ഇതെന്തിനാ ആവർത്തിച്ച് പറയുന്നത്? ഇത് നിങ്ങൾ ഗ്രഹിക്കണം. ആധ്യാത്മികത എന്ന് പറയുന്നത് വേഷം ചുറ്റി കാഷായമിട്ട് താടിയും വളർത്തി രുദ്രാക്ഷമൊക്കെ ഇട്ട് നടക്കുന്നതല്ല ആധ്യാത്മികത. ഉണ്ടോ? രുദ്രാക്ഷവുമില്ല, കാഷായവുമില്ല, താടിയുണ്ടോ? താടിയുമില്ല. എങ്കിലും നമ്മൾ എന്താ പറയുന്നത്? അദ്ദേഹം ബാലകൃഷ്ണ ബ്രഹ്മം, അദ്ദേഹം ബാലകൃഷ്ണ പരമഹംസർ എന്ന് നമുക്ക് തൻ്റെ ഇടത്തോടു കൂടി, ഒരു സന്യാസിക്ക് തൻ്റെ ഇടത്തോടു കൂടി സന്യാസി അല്ലാത്ത ഒരാളിനെ നോക്കി ഇങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ ആലോചിച്ച് നോക്കൂ. ഒരു സന്യാസിയാണ് ഇരുന്ന് സംസാരിക്കുന്നത്. സന്യാസം സ്വീകരിച്ചിട്ടില്ലാത്ത ഗൃഹസ്ഥനായ ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടായിരുന്ന, അവരോടൊപ്പം കുടുംബത്തിൽ ജീവിച്ചിരുന്ന ഒരു ഗൃഹസ്ഥനെ നോക്കിയാണ് പറയുന്നത് അദ്ദേഹം ബാലകൃഷ്ണ ബ്രഹ്മമാണ്, അദ്ദേഹം ബാലകൃഷ്ണ പരമഹംസനാണ് എന്നൊക്കെ പറയാനുള്ള തൻ്റെ ഇടം ഒരു സന്യാസിക്ക് എവിടുന്നാണ് കിട്ടുന്നത്? എവിടുന്നാണ് കിട്ടിയത്? സത്യത്തിൽ നിന്ന്. അതാണ് അദ്ദേഹം ആ സത്യവുമായിട്ട് യോജിച്ചു. ആ സത്യം എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നു. അദ്ദേഹം അത് തിരിച്ചറിഞ്ഞ് അതുമായിട്ട് യോജിച്ചു. ചുമ്മാ യോജിച്ചതല്ല. അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറയുന്നത് ഒരു ഗുരുവുമില്ല അദ്ദേഹത്തിന്. ഒരു ഗുരുവിൽ നിന്ന് നേടിയതല്ല. പക്ഷേ അദ്ദേഹത്തിന് 5 മക്കളുണ്ട്. ഇളയ കുട്ടി സതി, പെൺകുട്ടി, ഹോമിയോ ഡോക്ടറാണ്. മൂത്തത് 2 ആൺകുട്ടികൾ, ഒരാൾ എഞ്ചിനീയർ, ഒരാൾ ഡോക്ടർ. ഇടയ്ക്ക് വേറൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു, അത് മരിച്ചുപോയി. 4ാമത് ഉണ്ടായിരുന്നതാണ് 7.5 വയസ്സ് വരെ ജീവിച്ച, എന്താ പേര്? അരവിന്ദൻ. 7.5 വയസ്സ് വരെ ജീവിച്ചു. ജനറൽ ഹോസ്പിറ്റലിൽ വെച്ചാണ് മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മടിയിൽ കിടന്നാണ് മരിക്കുന്നത്. ടെറ്റനസ് പിടിച്ചു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ആ കുട്ടി സാറിൻ്റെ മടിയിൽ കിടന്ന് സദാ 1 മണിക്കൂറോളം ശിവം ശിവ 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 എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. ബാലകൃഷ്ണൻ നായർ സാറ് ആ കുട്ടിക്ക് ഓക്സിജൻ മാസ്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മടിയിൽ കിടന്ന് ഇങ്ങനെ ശിവ 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 എന്ന് 1 മണിക്കൂർ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി ആ കുട്ടി
തൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, അച്ഛൻ ഇങ്ങനെ രാമായണം വായിച്ച് ഭഗവത്ഗീതയും പ്രഭാഷണം ചെയ്തുകൊണ്ട് നടന്നാലൊന്നും പോരാ, സത്യമെന്താണെന്ന് കണ്ടെത്തണം എന്ന് ആ മകൻ തൻ്റെ മുഖത്ത് നോക്കി പറയുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ഒരു തോന്നൽ. ആ തോന്നലിലൂടെ അദ്ദേഹം ഉറച്ച തീരുമാനമെടുത്തു, ഇനി എന്തായാലും ഞാൻ ആ സത്യത്തെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന തീരുമാനമെടുത്തു. അതോടുകൂടി അദ്ദേഹം ആ കുട്ടിയെ ഗുരുവായിട്ട് വരിക്കുന്നു. അവിടെ വച്ച് ഗുരുവായിട്ട് വരിച്ച് തീവ്രമായ തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം പാലക്കാട്ടേക്ക് പോകുന്നു. ആ കുട്ടി അവിടെ വച്ച് മരിക്കുന്നു. 7.5 വയസ്സിൽ ആ കുട്ടിയെ ഗുരുവായിട്ട് സങ്കല്പിച്ച് അദ്ദേഹം നിരന്തരമായിട്ട് സ്വാധ്യായത്തിലേർപ്പെട്ടു. സ്വാധ്യായം, ഉപനിഷത്ത് ഗ്രന്ഥങ്ങൾ മുഴുവനും എടുത്തു വച്ച് അദ്ദേഹം അരച്ച് കലക്കി കുടിച്ചു. ഉപനിഷത്തുകളിൽ കൂടി പറയുന്നതെല്ലാം ഇതാണ്. 108 ഉപനിഷത്തുകൾ, ഏതാണ്ട് 1080 ഉപനിഷത്തുകളോളമുണ്ട്. അതിന് നമുക്ക് 100-300 പരം ഉപനിഷത്തുകൾ വാങ്ങാൻ കിട്ടും. 135 ഉപനിഷത്തുകൾ മലയാളത്തിൽ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. ആ ഉപനിഷത്തുകളെല്ലാം പ്രഖ്യാപിക്കുന്നത് ഈ അറിവിനെയാണ്. 4 വേദങ്ങളിലൂടെയും പ്രഖ്യാപിക്കുന്നത് ഇതാണ്. അതാണ് 4 മഹാവാക്യങ്ങൾ. ഋഗ്വേദത്തിലൂടെ, ഐതരേയോപനിഷത്തിലൂടെ പ്രജ്ഞാനം ബ്രഹ്മ, യജുർവേദത്തിലൂടെ എന്താണ്, ബൃഹദാരണ്യകോപനിഷത്തിലൂടെ അഹം ബ്രഹ്മാസ്മി, സാമവേദത്തിലൂടെ തത്വമസി, അഥർവവേദത്തിലൂടെ മാണ്ഡൂക്യോപനിഷത്തിലൂടെ അയമാത്മാ ബ്രഹ്മ. ഈ 4 മഹാവാക്യങ്ങൾ. ഈ 4 മഹാവാക്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഉപദേശവാക്യം തത്വമസി. ഉദ്ദാലകാരുണി തൻ്റെ മകനായ ശ്വേതകേതുവിന് ഉപദേശിച്ചു കൊടുക്കുന്നത് തത്വമസി. അതാണ് നിങ്ങൾ ഇതുവരെയും കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും അതാണ്. ഏത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം. ഇത് മറക്കരുത്. ഇന്നു മുതൽ നിങ്ങൾ അതിനെ നിങ്ങളുടെ ഉള്ളിൽ സദാ കാണാൻ ശ്രമിക്കണം. കാണാതെ കാണണം. എങ്ങനെയാ കാണാതെ കാണുന്നത്? നമ്മൾ ലൈറ്റ് ബൾബ് കത്തുമ്പോൾ വൈദ്യുതിയെ കാണുന്നില്ല. പക്ഷേ ലൈറ്റ് കത്തുമ്പോൾ കറണ്ട് വന്നു എന്ന് പറയുന്നു. എങ്ങനെയാ പറയുന്നത്? കാണാതെ കാണുന്നു. വൈദ്യുതിയെ കാണാതെ കാണുന്നു. അതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യത്തെ കാണാതെ കാണണം. എല്ലാവരും കാണാതെ കാണണം. കണ്ട് സ്വയം ബോധ്യപ്പെട്ട് നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കണം, ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവച. ആ ആത്മചൈതന്യമാണ് ഞാൻ. നീ എന്നെ കൃഷ്ണനായിട്ട് കാണരുത്. ഓടക്കൊഴിലൂതുന്ന കൃഷ്ണനായിട്ടല്ല നീ എന്നെ കാണേണ്ടത്. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മചൈതന്യം. ഐ എം ദാറ്റ്. നിസർഗത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകത്തിൻ്റെ പേര് അതാണ്, ഐ എം ദാറ്റ്. ഐ എം ദാറ്റ്. നിങ്ങളും ഓരോരുത്തരും സ്വയം പ്രഖ്യാപിക്കണം, ഐ എം ദാറ്റ്. ആ ബ്രഹ്മം ഞാൻ തന്നെയാവുന്നു. ഏത് ബ്രഹ്മം? ജാതി നീതി കുലഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാതിവർത്തി. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഉള്ളിലും ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിയുടെ ഉള്ളിലും ചൈനീസ് പ്രസിഡൻറ്റിൻ്റെ ഉള്ളിലും പാകിസ്ഥാൻ പ്രസിഡൻറ്റിൻ്റെ ഉള്ളിലും സർവ ചരാചരങ്ങളുടെ ഉള്ളിലും കൂടി കടന്നു പോകുന്ന ഏകമായ ചൈതന്യം. അതുകൊണ്ടാണ് പറയുന്നത്, മത്തഃ പരതരം അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം. ഈ കാണുന്ന സർവവും ഞാനാകുന്ന ഈ സൂത്രത്താൽ തന്നെ കോർക്കപ്പെട്ടിരിക്കുന്നു.
അതാണ് ബ്രഹ്മമാകുന്ന സൂത്രം, ബ്രഹ്മസൂത്രം. വ്യാസൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി. അതിന് ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ഭാഷ്യമുണ്ട്. ദശോപനിഷത്തുകൾക്കും അദ്ദേഹം ഭാഷ്യം എഴുതിയിട്ടുണ്ട്. 3 വോള്യങ്ങളിലായിട്ട്, 8 വോള്യങ്ങളിലായിട്ട് 8 ഉപനിഷത്തുകളും ഛാന്തോഗ്യത്തിനും ബൃഹദാരണ്യത്തിനും സെപ്പറേറ്റായിട്ട് അങ്ങനെ 3 വോള്യങ്ങളായിട്ട് 10 ഉപനിഷത്തുകൾ, ദശോപനിഷത്തുകൾക്ക് ഭാഷ്യം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ യോഗവാസിഷ്ഠത്തിൻ്റെ ഭാഷ്യം സംക്ഷിപ്തമായിട്ട് വാസിഷ്ഠസുധ. ഇതിലെല്ലാം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നതും ബോധിപ്പിക്കുന്നതും ഈ നിലയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടുള്ള വർത്തമാനം മാത്രമാണ്. അതുപോലെ ഹരിനാമ കീർത്തനം, ജ്ഞാനപ്പാന, പഞ്ചദശി, ഇങ്ങനെ അനവധി പുസ്തകങ്ങൾ, 10-20 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഭഗവത്ഗീതാ ഭാഷ്യം അതിമനോഹരം. ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, കണ്ടു ഞാൻ. ഈ ബാലകൃഷ്ണൻ നായർ സാറിനെ കുറിച്ച് അതിമനോഹരമായിട്ട് 2 പേർ 2 പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ഒന്ന് BR രാജേഷ്, അതിമനോഹരമായ ഒരു പുസ്തകം, സ്ഥിതപ്രജ്ഞൻ എന്ന പേരിൽ. ഇതാണ് സ്ഥിതപ്രജ്ഞൻ, BR രാജേഷ്. മറ്റൊന്ന് ലളിത ടീച്ചർ, പ്രൊഫസർ J. ലളിത, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് ആധികാരികമായിട്ട് എഴുതിയിരിക്കുന്ന 2 പുസ്തകങ്ങളാണ്. ഇത് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ള ആൾക്കാർക്ക് വാങ്ങിച്ച് വായിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപനിഷത്തുകൾ, വാസിഷ്ഠസുധ, ദശോപനിഷത്തുകൾ മുഴുവനും വായിച്ച് നോക്കണം. വെറുതെ നിങ്ങൾക്ക് ഉയരാൻ ഒക്കില്ല. അല്ലെങ്കിൽ ഈ കേൾക്കുന്ന കാര്യം നിങ്ങൾ കേട്ട് ഇതും ഈ നിമിഷം മുതൽ ഞാൻ അതാണ് എന്ന് തീരുമാനിച്ച് സ്വയം പ്രഖ്യാപിക്കാനുള്ള ഗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നും വായിക്കണ്ട, ഒരു സാധനയും വേണ്ട. ഐ എം ദാറ്റ്. ഉടുമ്പ് പിടിച്ചതുപോലെ അതിൽ പിടിക്കണം. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന അതിൽ ഇരിപ്പ് നേടണം. ഇതുപോലെയുള്ള കസേരയിലിരുന്നാലൊന്നും പറ്റില്ല. ഇരിപ്പ് നിങ്ങളുടെ ഉള്ളിലാകണം. തന്നിലെ താനിൽ സ്ഥിതി നേടണം. തൻ്റെ പ്രജ്ഞ അതിൽ സ്ഥിതമാകണം. അതാണ് ഈ പുസ്തകത്തിൻ്റെ പേര്, സ്ഥിതപ്രജ്ഞൻ. തൻ്റെ പ്രജ്ഞ അതിൽ സ്ഥിതി ചെയ്യുന്നു, അതിൽ സ്ഥിരമാകണം. അതാണ് സ്ഥിരപ്രജ്ഞൻ. രണ്ടും ഒരുപോലെയാണ്, സ്ഥിതപ്രജ്ഞൻ അല്ലെങ്കിൽ സ്ഥിരപ്രജ്ഞൻ. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിസ്സാരമായിട്ട് നേടാവുന്നതാണ്. ഒരു ചെലവുമില്ല, ആർക്കും ഒരു ഫീസും കൊടുക്കണ്ട, ഒരു സാധനയും ചെയ്യണ്ട. പക്ഷെ ഒരു സാധന വേണം, നിരന്തര വിചാരം. നിരന്തര വിചാരം, ഊണിലും ഉറക്കത്തിലും ശിവം ശിവം ശിവം. ആ മംഗളസ്വരൂപം. ശിവമെന്ന് പറഞ്ഞാൽ മറ്റേ പാമ്പൊക്കെ ചുറ്റിയിരിക്കുന്ന പാർട്ടിയെ അല്ല ഉദ്ദേശിക്കുന്നത്. ശിവം, മംഗളസ്വരൂപം. ഈ ശരീരത്തിൽ നിന്ന് ഏതൊരു മംഗളസ്വരൂപം പിരിയുമ്പോഴാണോ ഈ ശരീരം ശവമായി തീരുന്നത്, ആ മംഗളസ്വരൂപം, അതാണ് ശിവം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ, ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും ഒക്കെ ഉള്ളിലിരിക്കുന്നത് ശിവം എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപം. ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ നിന്നും ആ ശിവം പിരിഞ്ഞാൽ ശവം, മുസൽമാൻ്റെ ഉള്ളിൽ നിന്നും ആ ശിവം പിരിഞ്ഞാൽ ശവം, ഹിന്ദുവിൻ്റെ ഉള്ളിൽ നിന്നും ആ ശിവം പിരിഞ്ഞാൽ ശവം. ആ ശിവം സർവവ്യാപി, സച്ചിദാനന്ദ സ്വരൂപം, സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. അതാണ് പരമമായ ഈശ്വരൻ. ആ ഈശ്വരൻ എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ. ഈശ്വരനെ തേട്ടി വേറെ ഒരിടവും പോകേണ്ട, കുംഭമേളയ്ക്ക് പോയാലൊന്നും ഈശ്വരനെ കിട്ടത്തില്ല. തീർത്ഥേ ദാനേ ജപേ യജ്ഞേ കാഷ്ടേ പാഷാണകേ സദാ ശിവം പശ്യന്തി മൂഢാത്മാ ശിവേ.
ദേഹേ പ്രതിഷ്ഠിതേ. ആ ശിവൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. ഹൃദയേശ്വര എന്ന് നമ്മൾ വിളിക്കുന്നില്ലേ, ആ ഈശ്വരൻ. ആ ഈശ്വരനിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ യോജിപ്പിക്കണം. ദാറ്റ് ഈസ് കാൾഡ് യോഗ. വേറെ ഒന്നുകൊണ്ടും നിങ്ങൾക്ക് മോക്ഷം കിട്ടുകയില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് ആരുടെ ശ്രദ്ധയാണ്? എല്ലാ കാര്യങ്ങളും നടക്കട്ടെ, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വ്യാപരിച്ചു കൊള്ളൂ. പക്ഷേ അപ്പോഴെല്ലാം ഈ കാര്യങ്ങളിലെല്ലാം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച്, അതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ബോധിക്കേണ്ടത്. ബാലകൃഷ്ണൻ നായർ സാർ അതിനെ ബോധസ്വരൂപം എന്നാണ് പറയുന്നത്. ബോധം, സദാസമയത്തും ആ ബോധം. ആദ്യം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രഹ്മം ബ്രഹ്മം എന്നാണ്. അതിനുശേഷം കുറേ കാലത്തിന് ശേഷം അദ്ദേഹം ബോധം എന്നാക്കി. ആ ബോധസ്വരൂപമാണ് ഈ സ്വാമി പറയുന്നത്. എന്താണ്? തന്നിലെ താൻ, ഞാനും താനുമായിട്ട് മാറ്റിയിട്ട് ഞാനിൽ നിന്ന് താനിലേക്ക്, വളരെ എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. എന്നിലെ ഞാനും എന്നിലെ താനും രണ്ടും ഒന്നാണ്. ഒന്ന് ബിംബം, മറ്റത് പ്രതിബിംബം. ആകാശത്തിൽ ഏത് പ്രകാരമാണോ ഒരു ചന്ദ്രൻ അല്ലെങ്കിൽ സൂര്യൻ ഭൂമിയിലുള്ള എല്ലാ ജലാശയങ്ങളിലും പ്രതിബിംബിക്കുന്നത്, അതുപോലെ സർവ്വജീവികളുടെയും അന്ധകരണത്തിൽ പ്രതിബിംബിക്കുന്നു. അതാണ് ജീവാത്മാവ് ഓരോരുത്തരുടെയും ഉള്ളിൽ. അതാണ് നിങ്ങളിലെ ഞാൻ. അതിൽ നിങ്ങൾ അഭിമാനിയായിട്ടാണ് നടക്കുന്നത്. ആ അഭിമാനത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ മോചിപ്പിച്ചെടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഇനി ജനിക്കാതിരിക്കണമെങ്കിൽ. എന്തിനാ ജനിക്കാതിരിക്കുന്നത്? വീണ്ടും ജനിക്കാതിരിക്കുന്നത് മരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം. എങ്ങനെയാ മരിക്കാതിരിക്കുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ ഈ ഞാൻ എന്ന് പറയുന്നത് മരിക്കുന്നതാണ്, നശ്വരം. ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന എന്നിലെ താൻ അൺലിമിറ്റഡായി, ഞാൻ ലിമിറ്റഡായി ഈ ശരീരത്തിൽ മാത്രം. അതിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നാം അഭിമാനിയായിരിക്കുന്നത് ആ ലിമിറ്റഡ് ഐയിൽ. അതാണ് മരിക്കുന്നത്, നശിക്കുന്നത്. എന്നാൽ അൺലിമിറ്റഡായി നശിക്കുന്നതല്ല, ഒരിക്കലും നശിക്കുന്നതല്ല. അതാണ് മരിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളിലെ ഞാനിൽ നിന്ന് മാറ്റി നിങ്ങളിലെ താനിലേക്ക് ഉദ്ധരിപ്പിക്കണം. എങ്ങനെയാ ഉദ്ധരിപ്പിക്കേണ്ടത്? നിരന്തര വിചാരത്തിലൂടെ ഭാവയ 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 ഭാവയ, നിരന്തരം ഭാവന ചെയ്യണം. ഈ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ നായരോ ഈഴവനോ ഒന്നുമല്ല ഞാൻ, നാടാരോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല ഞാൻ. ഇവിടെ ജാതിയും മതവും ഒക്കെയാണ്. അതിൻ്റെ കൂടുകൾക്കകത്താണ് നമ്മൾ കിടക്കുന്നത്. പിന്നെ എവിടെ മോക്ഷം കിട്ടുന്നത്? മോക്ഷം കിട്ടണമെങ്കിൽ സർവ്വ ചട്ടക്കൂടുകളും തകരണം. സർവ്വ ചട്ടക്കൂടുകളിൽ നിന്നും പുറത്തു വരണം. എല്ലാത്തിനെയും തകർക്കാനല്ല പറയുന്നത്, എല്ലാം നിലനിർത്തിക്കൊണ്ട് അതിൽ നിന്ന് ഒന്നിനെയും തകർക്കാതെ നാം നമ്മെ ഉദ്ധരിപ്പിക്കണം. അതാണ് അറിവ്. അറിവിലൂടെയാണ് ആ നിലയിലേക്ക് ഉദ്ധരിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു പരുക്കും ഉണ്ടാക്കരുത്. ജാതി മാറണ്ട, മതം മാറണ്ട, ഒന്നും ചെയ്യണ്ട. ഏത് ജാതിയിലാണോ നിങ്ങളിരിക്കുന്നത് ആ ജാതിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് മോക്ഷം നേടാം.
ഏത് മതത്തിലാണോ നിങ്ങളിരിക്കുന്നത് ആ മതത്തിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് മോക്ഷം നേടാം. ആ മതത്തിലിരിക്കുന്നവന് ഈ മതാഭിമാനിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, മതാഭിമാനമില്ലാത്ത എന്നിലെ താൻ, തന്നിലെ താനിന് മതമില്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന തന്നിലെ താനിന് മതമില്ല. ആർക്കാ മതമുള്ളത്? എന്നിലെ ഞാനിന് മാത്രമാണുള്ളത്, എനിക്ക് മാത്രമാണുള്ളത്. പക്ഷേ എന്നിലെ യഥാർത്ഥ ഞാനിന്, അതായത് എന്നിലെ തനിക്ക്, തന്നിൽ മതമില്ല. അതാണ് മറ്റേ വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത്, ജാതി നീതി കുല ഗോത്ര ദൂരകം. അതിന് ജാതിയില്ല, മതമില്ല. ജാതി നീതി കുല ഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാതിവർത്തി. നിങ്ങൾ ഏത് ദേശത്തിലാണെങ്കിലും ആർക്ക് വേണമെങ്കിലും മോക്ഷം കിട്ടും. ഏത് രാജ്യക്കാരനായാലും ഏത് മതസ്ഥനായാലും നിങ്ങൾക്ക് മോക്ഷം കിട്ടും. എവിടെയുണ്ട് ഈ തരത്തിലുള്ള ഒരു അറിവ്? ഈ സനാതന ധർമ്മത്തിൽ മാത്രമാണുള്ളത്. ഇതൊരിക്കലും നശിക്കാത്തതാണ്. അതുകൊണ്ടാണ് ഇതിനെ സനാതനധർമ്മം എന്ന് പറയുന്നത്. എപ്പോഴും നവമായിരിക്കുന്നതാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. പട്ടിക്കും പൂച്ചയ്ക്കും സർവ്വചരാചരങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ആ പട്ടിയും പൂച്ചയും മാക്രിയും എലിയും എല്ലാം വീണ്ടും ശരീരങ്ങൾ മാറി 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 വന്ന് മനുഷ്യ ശരീരത്തിൽ വന്നേ പറ്റൂ. മനുഷ്യ ശരീരത്തിലിരിക്കുന്നവരെല്ലാം ഇങ്ങനെ അനവധി 840 ദശലക്ഷം ശരീരങ്ങളിൽ കൂടി ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ഇങ്ങനെ സംസരിച്ചു കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് സംസാരം. അതിൽ എപ്പോഴെങ്കിലുമായിരിക്കും ഇനി മനുഷ്യജന്മം ഒന്ന് കിട്ടുന്നത്. ഇതാ ഇപ്പം കിട്ടിയത് മാത്രമല്ല, ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ഈ അനുസ്മരണ പ്രഭാഷണത്തിൽ പങ്കെടുക്കുന്നതിലൂടെ എങ്ങനെ ആത്മസാക്ഷാത്കാരം നേടാം, എങ്ങനെ മരിക്കാതിരിക്കാം എന്ന് കേൾക്കുകയും ചെയ്യുന്നു. കേൾക്കാനുള്ള അവസരവും കൂടെ കിട്ടുന്നു. ഇത് കേൾക്കാൻ പോലും കിട്ടുകയില്ല. ശ്രവണായ ബഹുബിർ യോ ന ലഭ്യ. കേൾക്കാൻ പോലും കിട്ടുകയില്ല ഈ അറിവ്. എത്ര വിചാരിച്ചാലും നിങ്ങൾക്ക് കിട്ടുകയില്ല. പക്ഷേ ഇപ്പോൾ ഒരു ചെലവുമില്ലാതെ, ആർക്കും ഒരു ഫീസും കൊടുക്കാതെ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് കേൾക്കാനുള്ള അവസരം കൈവന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, കളയരുത്. മഹാനിധിയാണിത്. അതെവിടെയായിരിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ. നിങ്ങൾ അതായിട്ടിരുന്നിട്ടും നിങ്ങൾ ഇതായിട്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ ഗോമതിയാണ്, ഔസേപ്പാണ്, ബഷീറാണ്, അപ്പുക്കുട്ടനാണ്. ഈ തരത്തിൽ നാമരൂപധാരിയായിട്ട് അഭിമാനിയായിട്ട് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാരബ്ധം തീരുന്ന അവസരത്തിൽ വെടി തീരുകയും ചെയ്യും. തീർന്നാൽ അപ്പം അനുവദിക്കും. സഞ്ചിത കർമ്മത്തിൽ നിന്ന് ഉടനെ പാസ്സാക്കി വിടും. അടുത്തത് ഏതാണെന്ന്. ചിലപ്പോൾ മാക്രി ആയിരിക്കും, എലിയായിരിക്കും, പട്ടിയായിരിക്കും, പൂച്ചയായിരിക്കും. അനവധി ശരീരങ്ങളിൽ കൂടി എന്തുകൊണ്ട്? മുൻപ് മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ. അപ്പോൾ സ്വാമി, ഈ പുനർജന്മം ഒക്കെ വിശ്വസിക്കാത്തവരുടെ കാര്യമോ? അവരെക്കുറിച്ചൊന്നും പറയണ്ട. അവർ ചിന്താശേഷി ഇല്ലാത്തവരാണ്. ഇതിനപ്പുറം ഒന്നുമില്ല എന്ന് പറയുന്നവരാണ്. ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ അറിയാൻ സാധിക്കും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഏതെല്ലാം ശരീരങ്ങളിൽ കൂടി കടന്നാണ് വരേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് കിട്ടിയിരിക്കുന്ന ഈ സന്ദർഭം, മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ കിട്ടിയിരിക്കുന്ന ഈ സന്ദർഭം, അതിൻ്റെ പ്രത്യേകത എന്താണ്? തിരിച്ചറിവ്. എന്താ തിരിച്ചറിവ്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനല്ല. ഞാനെന്ന് പറയുന്നത് നാമരൂപരഹിതമായ ആ ചൈതന്യം, ആ സാക്ഷി ചൈതന്യം, ആ ഈശ്വര ചൈതന്യം, സർവേശ്വര ചൈതന്യം,
സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ച ആത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശിനഃ. ഈ ആത്മാവിനെ സർവഭൂതങ്ങളിലും ആരാണോ കാണുന്നത്, ഈ അറിവിലേക്ക് ഉണർന്ന ഒരാൾ തന്നിലിരിക്കുന്ന ആത്മചൈതന്യം തന്നെയാണ് അവനിലും അവളിലും പട്ടിയിലും പൂച്ചയിലും ഒക്കെ കൂടെ കടന്നു പോകുന്നത്. അതാണ് പറഞ്ഞത്, മത്തഃ പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം. ഞാനാകുന്ന സൂത്രം, ഈ ആത്മാവാകുന്ന സൂത്രത്താൽ എല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നു. പട്ടി, പൂച്ച, എലി, മാക്രി, ആന, പൂന, സർവവും, ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ എല്ലാം. ഇവിടെ ഒരുത്തരെ മാറ്റി നിർത്തുന്നില്ല. സർവചരാചരങ്ങളും ഈ ചൈതന്യത്താൽ, സാക്ഷി ചൈതന്യത്താൽ കോർക്കപ്പെട്ടിരിക്കുന്നു. അതിനെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തിരിച്ചറിഞ്ഞ് അതിനെ പിടികൂടണം. അതാണ് പരമഹംസാവസ്ഥ. പാലും വെള്ളവും കലർത്തി വച്ചിരിക്കുന്ന മിശ്രിതത്തിൽ നിന്ന് ഹംസം നീരിനെ നീക്കിയിട്ട് പാലിനെ മാത്രം ഉൾക്കൊള്ളുന്നത് പോലെ അതിനെ വേർതിരിച്ചെടുക്കണം. പഞ്ചദശിയിൽ വിദ്യാരണ്യ സ്വാമികൾ പറയും, യഥാ മുഞ്ചാദിഷീകൈവം ആത്മാ യുക്ത്യ സമുദ്രത. മുഞ്ചപ്പുല്ലിൽ നിന്ന് അതിൻ്റെ ഇളം നാമ്പിനെ 2 വിരൽ കൊണ്ട് ഒന്ന് പൊക്കിയെടുക്കാൻ കഴിയുന്നത് പോലെ, തൂക്കാനൊക്കെ ഉപയോഗിക്കുന്ന പുല്ലുണ്ടല്ലോ, അതിൻ്റെ ആ നാമ്പ് ഏത് പ്രകാരമാണോ ആ പുല്ലിൽ നിന്ന് അതിൻ്റെ ഇളം നാമ്പിനെ ഒരു ലഘു പ്രയത്നം കൊണ്ട് പൊക്കിയെടുക്കാൻ കഴിയുന്നത്, അതുപോലെ ഓരോരുത്തർക്കും അവരവരുടെ ഉള്ളിലിരിക്കുന്ന അവരവരുടെ സ്വരൂപത്തെ വേർതിരിച്ചെടുക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ട്. ആ തിരിച്ചറിവാണ് ഈ തരത്തിലുള്ള സത്സംഗത്തിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നാം ഈ ഗീത, ആപ്തഗീത വിചാരം ചെയ്യുകയാണ്. ഇത് വിചാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഋഭുമുനിയുടെ ഋഭുഗീതയിൽ നിന്നാണ്. ഋഭുമുനി ബ്രഹ്മാവിൻ്റെ പുത്രൻ. അദ്ദേഹത്തിന് കിട്ടിയത് ശിവനിൽ നിന്നാണ്. അദ്ദേഹം തൻ്റെ ശിഷ്യൻ്റെ പുത്രൻ, പുലസ്ത്യൻ്റെ പുത്രൻ, ഋഭുവിൻ്റെ ശിഷ്യനായിരുന്നു പുലസ്ത്യൻ. ആ പുലസ്ത്യൻ്റെ പുത്രനാണ് നിദാകൻ. ഋഭു ആ ശിഷ്യപുത്രനെ ഉപദേശിക്കുന്നതിൽ നിന്നാണ് നമ്മൾ ഇവിടെ വിചാരം ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അത് ഏതാണ്ട് 59 മന്ത്രങ്ങളുണ്ട്. അതിൽ നിന്ന് ഹരിച്ചും ഗുണിച്ചും കുറച്ചും ഒക്കെ കുറച്ച് മന്ത്രങ്ങൾ ശേഖരിച്ച് അതാണ് ഇവിടെ വിചാരം ചെയ്യാൻ പോകുന്നത്. ഇതിൽ വലുതായിട്ട് വിചാരം ചെയ്യാനൊന്നുമില്ല. എസൻസ് പറഞ്ഞു കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നും നിങ്ങൾക്ക് കേൾക്കാനോ പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകാനോ ഒന്നുമില്ല. ഇത്ര നിസ്സാരമാണ് ആധ്യാത്മികത. ഇറ്റ്സ് വെരി ഈസി, വെരി വെരി സിമ്പിൾ. പക്ഷേ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന എന്തോ ഭയങ്കരം, അതിഭയങ്കരം, വലിയ സ്വാമിമാർക്കേ പറ്റൂ. സർവ്വ ആളുകൾക്കും, ഏതൊരാളിനും, തിരിച്ചറിവുള്ള ആർക്കും ഇതിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉദ്ധരിപ്പിക്കാം. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ, ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഈ നാമരൂപധാരിയായ ഞാനല്ല, എന്നിലെ ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപമാണ് എന്ന് തിരിച്ചറിയണം. അതിൽ ഋഭു 1-ാമത്തെ മന്ത്രത്തിലൂടെ നിദാകനെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. വക്ഷ്യേ രഹസ്യമത്യന്തം സാക്ഷാത് ബ്രഹ്മപ്രകാശകം സർവോപനിഷദാമർത്ഥം സർവലോകേഷു ദുർലഭം. സർവ ഉപനിഷത്തുകളിലും പറഞ്ഞിട്ടുള്ള അതിൻ്റെ എസൻസ്,
സർവ്വലോകത്തു നിന്നും ലഭിക്കാൻ ദുർലഭമായിട്ടുള്ള ആ അറിവാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാൻ പോകുന്നത് എന്ന് ഋഭു തൻ്റെ ശിഷ്യപുത്രനായ നിദാഘനോട് പറയുന്നു ഒന്നാമത്തെ മന്ത്രത്തിൽ. ഇത് എന്നിട്ട് 33-ാമത്തെ മന്ത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മഹാവാക്യം ഗുരോർവാക്യം തത്വമസ്യാദി വാക്യകം ശൃണോതു ശ്രവണം ചിത്തം ന അന്യത് ശ്രവണമുച്യതേ. ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ ഈ കാര്യങ്ങൾ നേരെ മനസ്സിലാകത്തക്കവണ്ണം ഉള്ള കാര്യങ്ങൾ എടുത്ത് അവതരിപ്പിക്കുകയാണ്. 59 മന്ത്രങ്ങളൊന്നും നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. അതിന് ദീർഘമായ സമയം വേണം. മഹാവാക്യം ഗുരോർവാക്യം തത്വമസ്യാദി വാക്യകം. ഈ 4 മഹാവാക്യങ്ങൾ അത് ഗുരുവാക്യമാണ്, മഹാവാക്യമാണ്. അതിനെ ഏതൊരാളാണോ മനസ്സുകൊണ്ട് ശ്രവണം ചെയ്യുന്നത് അതിനെയാണ് ശ്രവണം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ശുഖരഹസ്യോപനിഷത്തിൽ പറഞ്ഞ മന്ത്രം ശ്രവണം. ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. ആ പൂർണ്ണബോധമുണ്ടാകണമെങ്കിൽ ശ്രവണമാണ്, ഗുരുമുഖത്തു നിന്നുള്ള ശ്രവണം, നിരന്തരമായിട്ട് ശ്രവണം. അതാണ് ഇവിടെ പറയുന്നത്. ശൃണോതു ശ്രവണം ചിത്തം ന അന്യത് ശ്രവണമുച്യതേ. ഈ മഹാവാക്യ ശ്രവണമാണ് യഥാർത്ഥത്തിലുള്ള ശ്രവണം എന്ന് പറയുന്നത്. വേറെ ഒന്നും ശ്രവണമല്ല, വേറെയൊക്കെ മറ്റു പല കാര്യങ്ങളുമാണ്. ഈ മഹാവാക്യമാണ് യഥാർത്ഥത്തിലുള്ള ശ്രവണമെന്ന് പറയുന്നത്. ഇത് കൃഷ്ണ യജുർവേദത്തിലുള്ളതാണ്. ഏത് ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം ശുഖരഹസ്യോപനിഷത്ത്. അധ്യാത്മരാമായണത്തിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അതിമനോഹരമായിട്ട് വളരെ ലളിതമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ശ്ലോകം കൂടെ പറയാം. സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ, സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ, തത്വമസ്യാദി മഹാവാക്യം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യാൽ. ആചാര്യകാരുണ്യത്താൽ എൻ്റെ തത്വത്തെ ഗുരുക്കന്മാരുടെ ഉപദേശത്തിലൂടെ, തത്വമസ്യാദി വാക്യങ്ങളിലൂടെ, ഈ മഹാവാക്യങ്ങളിലൂടെ, ആപ്തവാക്യങ്ങളിലൂടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ തത്വമസി എന്നുള്ളതാണ് നിങ്ങളിവിടെ കേട്ടുകൊണ്ടിരുന്നത് മുഴുവനും. അതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ ഉണർവായിട്ട്, ബാലകൃഷ്ണൻ നായരുടെ ഭാഷയിൽ ഉള്ളിലെ ബോധമായിട്ട് ഇരിക്കുന്നത്, തന്നിലെ താനായിട്ട് തന്നിൽ പ്രകാശിച്ച് നിൽക്കുന്നത്. തന്നിലെ താനായിട്ട് പ്രകാശിക്കുമ്പോൾ തന്നിലെ താൻ തന്നെയാണ് അവനിലും അവളിലും സർവചരാചരങ്ങളിലും പ്രകാശിക്കുന്നത്. അറിയണം, തന്നിലെ ഞാനല്ല, തന്നിലെ ഞാൻ ഈ ശരീരത്തിൽ മാത്രം. നിങ്ങൾ തന്നിലെ ഞാൻ ഭാവത്തിൽ നിന്ന് തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉയർത്തുകയാണെങ്കിൽ താൻ എന്താ കുറേ കൂടെ ഉയർന്ന നില, ബിംബം. മറ്റത് പ്രതിബിംബം. ഞാൻ പ്രതിബിംബം, ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഉള്ളതായിട്ടുള്ളത് ബിംബം മാത്രം. കുളത്തിൽ പ്രതിബിംബിക്കുന്ന ചന്ദ്രൻ ഉള്ളതാണോ? കിണറ്റിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ ഉള്ളതാണോ? പക്ഷേ സൂര്യൻ അവിടെ കാണാം, പ്രതിബിംബം, നോട്ട് റിയൽ. കുളത്തിൽ പ്രകാശിക്കുന്ന ചന്ദ്രബിംബം നോട്ട് റിയൽ. അതുപോലെ ഓരോരുത്തരുടെയും അന്ധകരണത്തിൽ പ്രകാശിക്കുന്ന നിങ്ങളിലെ ഞാൻ റിയൽ അല്ല, ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി ഞാൻ ഉള്ളതല്ല എന്നല്ലേ സ്വാമി പറയുന്നതിൻ്റെ അർത്ഥം എന്നൊന്നും വിചാരിക്കരുത്.
നിങ്ങളിലെ ഞാൻ ഉള്ളതേ അല്ല, ഉള്ളതായിട്ടുള്ളത് നിങ്ങളിലെ താൻ. ഞാൻ ഈ ശരീരത്തിൽ മാത്രം, താൻ തന്നിലെ താൻ ഈ ശരീരത്തിലും അവനിലും അവളിൽ. ആ അറിവിലേക്ക് നിങ്ങൾ ഉണർന്നു കഴിയുമ്പോൾ നിങ്ങൾ സർവാന്തര്യാമിയായിരിക്കുന്നു. സർവരുടെയും അന്ധകരണത്തിൽ കൂടി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സർവാന്തര്യാമിയായ ഈശ്വരത്വത്തിലേക്ക് നിങ്ങൾ ഉയരുകയാണ് ചെയ്യുന്നത്. ജീവഭാവത്തിൽ നിന്ന് ദേവഭാവത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. ഞാനെന്നുള്ള ഭാവത്തിൽ ആണ് നിങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നിങ്ങൾ മരിക്കുന്നത് എങ്കിൽ എന്താ പ്രയോജനം? മനുഷ്യജന്മം കിട്ടിയിട്ട് ഒരു പ്രയോജനവുമില്ലല്ലോ. വീണ്ടും പഴയപടി വരുന്നത് പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി ജഡരേ ശയനം എന്ന മട്ടിൽ ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും. ഇതിനൊരു അറുതിയില്ല. എവിടെ വെച്ചൊരു ഫുൾ സ്റ്റോപ്പ് ഇടാം? ദാ ഇപ്പോൾ ഈ മനുഷ്യ ശരീരത്തിൽ വെച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണമെന്നുണ്ടെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടാം. എങ്ങനെയാണ് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത്? നിങ്ങളിലെ ഞാനിൽ നിന്നും മാറ്റി ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ താൻ, എന്നിലെ താൻ, ആ ഭാവത്തിലേക്ക് നിങ്ങൾ ഉയരുമ്പോൾ നിങ്ങൾ ഈ ശരീരത്തിൽ മാത്രമല്ല സർവ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവാന്തര്യാമി ഭാവത്തിലേക്ക് ഉയരുന്നു, ഈശ്വരഭാവത്തിലേക്ക് ഉയരുന്നു. നിങ്ങൾ ഈശ്വരൻ തന്നെയാണ്. വേറെ എവിടെ ഈശ്വരൻ ഇരിക്കുന്നത്? എല്ലാവരിലും എല്ലാത്തിലും സർവവ്യാപി. എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാത്തിലും. ബിംബത്തിലും ഈശ്വരനുണ്ട്. അതിലെ പരമാണുക്കളെല്ലാം യോജിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആ ചൈതന്യം, ആ കല്ല് ഒരു കല്ലായിട്ട് ചിതറിപ്പോകാതെ നിൽക്കുന്നില്ലേ, അതിനെ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്ന ചൈതന്യം ഈശ്വരൻ എല്ലാത്തിലും. പക്ഷേ അതിലൂടെ നിങ്ങൾക്ക് ഈശ്വരത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. ഒരു ബിംബത്തിലൂടെ നിങ്ങൾക്ക് ഈശ്വരത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് നിങ്ങളിൽ കൂടി മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ. നിങ്ങളിലെ ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റി നിങ്ങളിൽ തന്നെയുള്ള ആ സാക്ഷി ചൈതന്യത്തിലേക്ക് നിങ്ങൾ കൂടുമാറണം. നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റണം. സ്വയം അതിനെ ബോധിപ്പിക്കണം നിരന്തരമായിട്ട്. ശിവം, ആ മംഗളസ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്നുള്ള ബോധം സദാ നിലനിർത്തുന്നതിന് വേണ്ടി ആ മന്ത്രം ചൊല്ലാം. ശിവോഹം ശിവോഹം ശിവോഹം. മറ്റെല്ലാ മന്ത്രങ്ങളും കളയാം. എന്തുകൊണ്ട്? ആ മന്ത്രത്തിലൂടെ ഒന്നും നിങ്ങൾക്ക് മോക്ഷം കിട്ടുകയില്ല. ഒരു മന്ത്രത്തിലൂടെയും മോക്ഷം കിട്ടുകയില്ല. സ്വാമി ഇത്ര കടുപ്പിച്ച് പറയണോ? പിന്നെ കടുപ്പിക്കാതെ. ഒരു മന്ത്രത്തിലൂടെയും നിങ്ങൾക്ക് മോക്ഷം കിട്ടുകയില്ല. ഒരു ദേവതയിലൂടെയും മോക്ഷം കിട്ടുകയില്ല. പക്ഷേ ദേവതയെ പ്രസാദിപ്പിക്കാൻ സാധിക്കും, ദേവതയെ പ്രത്യക്ഷപ്പെടുത്താൻ സാധിക്കും, ദേവതയിലൂടെ ഐശ്വര്യങ്ങൾ നേടാൻ സാധിക്കും. അതൊക്കെ കാനൽ ജലം പോലെയുള്ളതാണ്. ദേവതയും ദേവതയിലൂടെ കിട്ടുന്ന ഐശ്വര്യങ്ങളുമൊക്കെ ഉള്ളതുപോലെ ഉള്ളതാണ്, ഉള്ളതേ അല്ല. ഉള്ളതായിട്ടുള്ളത് തന്നിലെ താൻ മാത്രം, തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ സാക്ഷി ചൈതന്യം. അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് നിങ്ങൾ ഓരോരുത്തരും വിചാരം ചെയ്ത് ആദ്യം തിരിച്ചറിയണം. ഇതല്ല ഞാൻ. നിങ്ങൾ ഓരോ പേരുമായിട്ട് നിങ്ങൾ ഇരിക്കുകയല്ലേ. ഓഷോ ഇങ്ങനെ ഗീതാപ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കുറേ ചെറുപ്പക്കാരെ അദ്ദേഹത്തോട് വന്ന് ചോദിച്ചു, അങ്ങയെ ആളുകൾ ഭഗവാൻ രജനീഷ്, അന്ന് ഓഷോ ആയിട്ടില്ല, അന്ന് അദ്ദേഹം രജനീഷ്, അന്ന് അദ്ദേഹം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഭഗവാൻ രജനീഷ് എന്നാണ്. അദ്ദേഹം ഗീതാപ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നു.
5 വർഷക്കാലം നിരന്തരമായ ഗീതാ പ്രഭാഷണം നടത്തി ഇന്ന് നമുക്ക് കിട്ടാവുന്നുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ അതിമനോഹരമായ ഗീതാ വ്യാഖ്യാനം ഓഷോയുടെയാണ്. 18 വാള്യങ്ങൾ, 10,000 രൂപ, 10,000-ൽ പരം പേജുകൾ, 5 വർഷം നിരന്തരമായിട്ട് ഏതു പ്രകാരമാണോ ബാലകൃഷ്ണൻ നായർ സാറിനെ ബാലകൃഷ്ണ ബ്രഹ്മമെന്നും ബാലകൃഷ്ണ പരമഹംസൻ എന്നും പറഞ്ഞത്, അതുപോലെ ഓഷോയും പരമഹംസാവസ്ഥയിലുള്ളതാണ്. പക്ഷേ ദീർഘകാലം ഞാൻ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞിരുന്നു. സെക്സ് ഗുരുവായിരുന്നു, സെക്സ് ഗുരുവാണ് എന്നുള്ള മിഥ്യാധാരണയിൽ. കാരണം അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ പ്രചരിപ്പിച്ചിരുന്നു. അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അറപ്പോടുകൂടി കളഞ്ഞിരുന്നു. പക്ഷേ യാദൃച്ഛികമായിട്ട് ഒരു പുസ്തകത്തിൽ കൂടി കടന്നു പോയപ്പോൾ ഭഗവാനെ ഇതുപോലെ ആധ്യാത്മികതയെക്കുറിച്ച് അതിമനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ള ആളുകൾ ഇല്ല. അദ്ദേഹത്തെ പോലെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഇല്ല. 10-600 പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റേതായിട്ട്. പിന്നെ ഞാൻ കിട്ടാവുന്നുള്ള പുസ്തകങ്ങൾ മുഴുവനും വായിച്ചു. ആദ്യം ഗീതയാണ് വായിച്ചത്, 18 വാള്യങ്ങൾ. തമിഴിലാണ് ഞാൻ വായിച്ചത്, മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ മലയാളത്തിൽ 3 വാള്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ശൈലി മലയാളത്തിൽ വായിച്ചിട്ട് ആ ശൈലി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ 18 വാള്യങ്ങൾ തമിഴിൽ വായിച്ചിരുന്ന അവസരത്തിൽ അരച്ച് കലക്കി കുടിച്ചു. വണ്ടർഫുൾ. പാർലമെൻറ്റ് ഹൗസിൽ വെച്ചിരിക്കുന്ന പുസ്തകം ഓഷോയുടെ ഗീതയാണ്. ഒരു പുസ്തകം മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ, ഈ ഗീതയാണ്. അപ്പോൾ കുറേ ചെറുപ്പക്കാർ അദ്ദേഹത്തെ വന്ന് ചോദിച്ചു, അങ്ങക്ക് ഇത്രയും, അങ്ങേര് കോളേജ് പ്രൊഫസറല്ലേ, അങ്ങയെ നോക്കി ഭഗവാൻ രജനീഷ് എന്ന് പറയുമ്പോൾ അങ്ങക്ക് ലജ്ജ തോന്നുന്നില്ലേ? അങ്ങൊരു മനുഷ്യനല്ലേ? രജനീഷ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ രജനീഷ് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ എന്നെ ഭഗവാൻ എന്ന് വിളിക്കേണ്ട, രജനീഷ് എന്ന് വിളിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചെറുപ്പക്കാർ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ ഓഷോ അവരെ നോക്കി ഒന്ന് ചിരിച്ചു. എടോ, നിൻ്റെ പേരെന്തുവാണ്? ഒരുത്തനെ വിളിച്ച് ചോദിച്ചു. അത് ഗോപാലകൃഷ്ണൻ. നിനക്ക് നിൻ്റെ അച്ഛൻ ഗോപാലകൃഷ്ണൻ എന്ന് പേരിടുന്നതിന് പകരം കുട്ടപ്പൻ എന്നാണ് ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ നീ ആരായിരിക്കും? കുട്ടപ്പനായിട്ടല്ലേ അറിയപ്പെടൂ, ഗോപാലകൃഷ്ണനായിട്ട് അറിയപ്പെടുകയില്ലല്ലോ. അപ്പോൾ ഈ നിന്നിലെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന നാമം അസത്യം, മാറാവുന്നതാണ്, മാറ്റാവുന്നതാണ്, സത്യമല്ല. വേറെ ഏതു പേരും നിനക്ക് ഇടാമായിരുന്നു, ഏതു പേരും നിനക്ക് യോജിക്കുമായിരുന്നു. അപ്പോൾ ഈ പേര് ഉള്ളതേ അല്ല, സത്യമല്ല. അതുപോലെയാണ് എന്നിലെ രജനീഷ് എന്നുള്ള നാമവും. ഈ രജനീഷ് എന്ന് പറയുന്നതിന് പകരം കുട്ടപ്പൻ എന്നിട്ടിരുന്നെങ്കിൽ ഞാനിപ്പോൾ കുട്ടപ്പനായിട്ട് അറിയപ്പെടില്ലേ? അപ്പോൾ എന്നിലെ ഈ രജനീഷ് എന്ന് പറയുന്ന നാമം അസത്യം. പിന്നെന്താ നിങ്ങൾ പറഞ്ഞത്? അതിൻ്റെ മുമ്പിൽ ഭഗവാൻ എന്ന് ചേർത്തിരിക്കുന്നു എന്നുള്ളത്. ഭഗവാൻ രജനീഷ് എന്ന് പറഞ്ഞതിലാണ് നിങ്ങൾക്ക് അരിശം. എന്നിട്ട് ആ ചെറുപ്പക്കാരെ നോക്കി പറഞ്ഞു, എൻ്റെ ഉള്ളിലെ ഈ രജനീഷ് എന്ന് പറയുന്ന നാമം അസത്യം, ആ ഭഗവാൻ എന്ന് ചേർത്തിരിക്കുന്ന ആ പദം മാത്രം സത്യം. ഞാൻ ആ ഭഗവത് സ്വരൂപമാണ് എന്നെനിക്കറിയാം. ഐ ആം ദാറ്റ്, നോട്ട് ദിസ് രജനീഷ്, ഐ ആം ദാറ്റ് ഭഗവാൻ. അതുകൊണ്ട് ഞാൻ എങ്ങനെയാ കുഞ്ഞെ എന്നെ ഭഗവാൻ എന്ന് വിളിക്കണ്ട എന്ന് പറയുന്നത്? ഞാൻ ഭഗവാൻ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും ഭഗവത് സ്വരൂപങ്ങളാണ്. പക്ഷേ നിങ്ങൾ അറിയുന്നില്ല, ഞാൻ അറിയുന്നു. എന്നിലെ ഭഗവാൻ എന്ന് പറയുന്ന ആ നാമം സത്യം, രജനീഷ് എന്ന് പറയുന്നത് അസത്യം എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അതുപോലെ ഏതെല്ലാം പേരുകളിലാണോ
നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് ആ നാമം, ആ പേര് മുഴുവനും അസത്യം. അതിന് പകരം വേറെ ഒരു പേരാണ് നിങ്ങൾക്ക് ഇട്ടിരുന്നത് എങ്കിൽ ആ പേരിലല്ലേ നിങ്ങൾ അറിയപ്പെടൂ. എന്താ സംശയമുണ്ടോ? ആർക്കെങ്കിലും അതിൽ എതിരഭിപ്രായമുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്കുള്ള പേരിന് പകരം വേറെ ഒരു പേരാണ് നിങ്ങൾക്കിട്ടിരുന്നത് എങ്കിൽ ആ പേരിലല്ലേ നിങ്ങളിപ്പോൾ അറിയപ്പെടൂ. സമയമായി എന്നാണ് വിളിച്ചറിയിക്കുന്നത്. 7:30 ഇന്നത്തെ പ്രഭാഷണം തീർക്കാനുള്ള സമയമായി. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി നാളെ നമ്മൾ സംസാരിച്ച് ഓരോരുത്തരെയും ആ ഈശ്വരീയതയിലേക്ക് ഉയർത്തിവിടുന്ന കാര്യം ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ബാലകൃഷ്ണ ബ്രഹ്മത്തിൻ്റെ ബാലകൃഷ്ണ പരമഹംസരുടെ അനുഗ്രഹത്തോടുകൂടി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.